കളക്ട് ചെയ്യും എന്നുള്ളതാണ്. ഈ ശേഖരിച്ച കരിമ്പിന്റെ തണ്ടുകൾ വലിയ വലിയ ട്രക്കുകളിലാക്കിയിട്ട് പഞ്ചസാര ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. പഞ്ചസാര ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരണമാണ്. ഫാക്ടറിയിൽ എത്തുന്ന കരിമ്പിൻ തണ്ടുകൾ നേരെ വാഷിംഗ് ഏരിയയിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കും. അഴുക്കുകളൊന്നും ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ള കരിമ്പിൻ തണ്ടുകളാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിൽ കരിമ്പിന്റെ നീര് വേർതിരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നിർണായകരമായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. കഴുകിയെടുക്കുന്ന കരിമ്പിൻ തണ്ടുകൾ ഭീമാകാരമായിട്ടുള്ള ഇരുമ്പ് ചക്രങ്ങൾക്കിടയിലൂടെ കടത്തിവിടും. ഈ ചക്രങ്ങളുടെ വെയിറ്റ് കാരണം കൊണ്ടും ആ ഒരു പ്രഷർ കാരണം കൊണ്ടും കരിമ്പിൻ തണ്ടുകളിലെ ഓരോ തുള്ളി നീരും പിഴിഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുക. കരിമ്പിന്റെ ഈ ഒരു ചാറുകളാണ് നമുക്ക് പഞ്ചസാരയായിട്ട് മാറ്റാൻ പോകുന്നത്. നീരെടുത്ത ശേഷം ബാക്കി ഉണ്ടാകുന്ന കരിമ്പിന്റെ ആ ചണ്ടി എന്ന് പറയാം, അതിന് ആ വേസ്റ്റ് വെറുതെ കളയുകയല്ല ചെയ്യുക, മറിച്ച് അത് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദനത്തിന് ഇന്ധനമായിട്ട് ഉപയോഗിക്കും, പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കും, കാർഡ്ബോർഡുകൾ ഉണ്ടാക്കാനായിട്ടും ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കുന്നുണ്ട്. നാലാമത്തെ